വരുന്ന പുതിയ വാർത്ത, കോൺഗ്രസ് വഖഫ് ബില്ലിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്നുള്ള വാർത്തയാണ്. വഖഫിൽ രാഷ്ട്രീയം പുതിയ തലത്തിലേക്ക് കടക്കുന്നു. വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടും വലിയ പ്രതിഷേധം രാജ്യസഭയിലും ലോക്സഭയിലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചതാണ്. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്നാണോ? സുപ്രീം കോടതി വഴി ബില്ല് നിയമമാകുന്നതിനെതിരെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണോ? അത് അസാധാരണം എന്നുകൂടി വിശേഷിപ്പിക്കണോ? എന്താണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ? അതേ പറഞ്ഞ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞു. കാരണം കോൺഗ്രസിന്റെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയായ ജയറാം രമേശാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന കാര്യം അദ്ദേഹം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ്. കാരണം ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഈ രണ്ട് സഭകളിലും കോൺഗ്രസ് ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ബില്ല് ഏതായാലും പാസ്സായി. അതുകൊണ്ട് തന്നെ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള, സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തുന്നത്. കാരണം നേരത്തെയും CAA അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ കോടതി കയറിയ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതിയും കോടതി കയറാൻ പോകുന്നു. കാരണം കോൺഗ്രസ് അല്ല ആദ്യം ഈ പ്രഖ്യാപനം നടത്തിയത്. ഏറ്റവും ആദ്യം മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ നിലപാട് പറഞ്ഞതാണ്. അതായത് ബില്ല് പാസ്സായാലും ഇല്ലെങ്കിലും ബില്ല് പാസ്സാവുകയാണെങ്കിൽ ഞങ്ങൾ കോടതിയെ പോകുമെന്ന് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നതാണ്. അതിന് പിന്നാലെ തമിഴ്നാട് സർക്കാരും സമാനമായ പ്രഖ്യാപനം നടത്തി. ഇപ്പോൾ രാജ്യസഭയിലും കൂടി ബില്ല് പാസ്സായ പശ്ചാത്തലത്തിൽ കോൺഗ്രസും അത്തരം നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, ബില്ലിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്ന പ്രഖ്യാപനം ഇപ്പോൾ ജയറാം രമേശിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. മനു അഭിഷേക് സിംഗ്വിയും സമാനമായ രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും സർക്കാരിൽ നിന്ന് നീതി ഉണ്ടായില്ല, പകരം കോടതി ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയാണുള്ളതെന്ന പ്രതികരണം അഭിഷേക് സിംഗ്വിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അപർണ, അതായത് നേരത്തെ തന്നെ രാകേഷ് പറഞ്ഞ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഫെഡറലിസത്തിനെതിരായിട്ട്, ന്യൂനപക്ഷ അവകാശങ്ങൾക്കെതിരായിട്ട് ഈ ആർട്ടിക്കിൾ 14, 25, 26 ഒക്കെ ലംഘിക്കപ്പെട്ടു. ആ തരത്തിൽ ഇത് കൊണ്ടുപോവുകയാണ്. മാത്രമല്ല വളരെ പെട്ടെന്ന് ഈ ബില്ല് പാസ്സാക്കിയെടുക്കാനുള്ള നീക്കം നടത്തി. ഇത്തരം കാര്യങ്ങളൊക്കെ ദുരൂഹത ആരോപിച്ചുകൊണ്ടുകൂടിയായിരിക്കും സമീപിക്കുന്നത്. കോൺഗ്രസ് മാത്രമാണോ, ലീഗും ചേർന്നായിരിക്കുമോ സുപ്രീം കോടതിയെ സമീപിക്കുക? എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ അതിൽ? അക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല, അത്തരമൊരു പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ കോടതിയെ സമീപിക്കും, സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ജയറാം രമേശ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രത്യേകം വെവ്വേറെ ഹർജികളാകാൻ തന്നെയാണ് സാധ്യത. കാരണം നേരത്തെ മുൻപ് പല കേസുകളിലൊക്കെ തന്നെ ഒരു കൂട്ടം ഹർജികൾ CAA ആയാലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ വ്യത്യസ്ത നിലയ്ക്ക് രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയ്ക്കായിരിക്കും ഹർജി നൽകുക, ഒറ്റയ്ക്കായിരിക്കില്ല. ഏതായാലും ഒരു കൂട്ടം ഹർജികൾ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും മൂന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കാരണം ലീഗ്, ഒപ്പം തന്നെ തമിഴ്നാട് സർക്കാർ DMK ആണ് അവിടെ ഭരിക്കുന്നത്. ഇതിന് പിന്നാലെ കോൺഗ്രസ് കൂടി ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമായും 5 വ്യവസ്ഥകളിൽ വലിയ എതിർപ്പുണ്ട്. ബില്ലിനെ ഒന്നാകെ എതിർക്കുന്നുണ്ട് പ്രതിപക്ഷം, കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ. അപ്പോൾ പോലും ബില്ലിലെ 5 വ്യവസ്ഥകളോട് കടുത്ത എതിർപ്പുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതര സമുദായങ്ങളിൽ നിന്നുള്ള ഉള്ളവർക്ക് ഈ സമിതിയിൽ പ്രാതിനിധ്യം സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴായി അംഗങ്ങൾ ചോദ്യം ചെയ്തതാണ്. അതിനെതിരെ ഭേദഗതികൾ വരെ ശുപാർശ ചെയ്തിരുന്നു ഇന്നലെ രാജ്യസഭയിലടക്കം. പക്ഷെ അതെല്ലാം തള്ളുകയാണ് സർക്കാർ ചെയ്തത്. കാരണം സർക്കാരിന് അവിടെ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചോദ്യം ചെയ്യുക. ഒപ്പം തന്നെ സർക്കാരിന്റെ ഇടപെടൽ, അത് പ്രധാനമായും ഈ കക്ഷികൾ വിയോജിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനടക്കം നൽകുന്ന വ്യവസ്ഥ ഈ ബില്ലിലുണ്ട്. അപ്പോൾ അതും ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ വലിയ വിയോജിപ്പ് പ്രതിപക്ഷത്തിനുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ടുള്ള ഒരു ആയിരിക്കും ഹർജി നൽകുക എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഏതായാലും കോൺഗ്രസ് ആ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പോകും, നിയമവഴി തേടുമെന്നുള്ളത്. ഏതായാലും രാഷ്ട്രീയമായി സഭയ്ക്ക് പുറത്ത് ഇത്തരം പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഒക്കെ തന്നെ പ്രതികരണങ്ങളൊക്കെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകും. എന്നാൽ നിയമപരമായി പോകാൻ കൂടി ഇപ്പോൾ തീരുമാനം നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നു. അതായത് രാകേഷ്, മുത്തലാഖ് അടക്കമുള്ള വിഷയങ്ങളൊക്കെ സ്വീകരിച്ചതുപോലുള്ള ഒരു നടപടിയിലേക്ക് പോകുമോ ഇല്ലയോ എന്ന്
കണ്ടറിയാനിരിക്കുന്നു. പക്ഷെ അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യ മുന്നണി കൃത്യമായി ഗൃഹപാഠം നടത്തിയില്ല എന്നത് കത്തോലിക്ക സഭ അടക്കം പറയുന്നു. കേരളത്തിലെ മുനമ്പത്ത് നിന്ന് പുതുതായി വരുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു പ്രതിരോധമാക്കാൻ കൂടി കോൺഗ്രസിന് കഴിയും ഈ തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം കേരളത്തിൽ ഒരു വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ തന്നെ അംഗങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടെങ്കിൽ പോലും വോട്ടെടുപ്പിലടക്കം മുനമ്പം വിഷയം കൃത്യമായി അംഗങ്ങൾ ഉന്നയിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈബീഡന്റെ കാര്യം നമുക്ക് ഉദാഹരണമായി എടുക്കാം. ഹൈബീഡൻ ആണ് മുനമ്പം ഉൾപ്പെടുന്ന പ്രദേശത്തെ MP. ഹൈബീഡൻ വ്യക്തമാക്കിയ കാര്യം മുനമ്പം വിഷയം അദ്ദേഹം പരാമർശിച്ചിരുന്നു. കാരണം അതൊരു തനിക്ക് വൈകാരിക വിഷയമാണ്, BJPക്ക് രാഷ്ട്രീയ വിഷയമായിരിക്കാം. പക്ഷേ അദ്ദേഹം മൊത്തത്തിൽ ആ ബില്ല് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാം. കാരണം ആദ്യം ഈ ബില്ല് വരുന്നതിന് തൊട്ട് തലേ ദിവസങ്ങളിലൊക്കെ തന്നെ ചില ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിന് മുമ്പ് തന്നെ ബില്ല് അവതരണത്തിന് തൊട്ട് മുമ്പ് തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നു. കാരണം കോൺഗ്രസ് അടക്കമുള്ളവർ നൽകിയ ഭേദഗതികളൊക്കെ തന്നെ തള്ളിയിരുന്നു. 44 ഭേദഗതികൾ ഈ സംഭവത്തിൽ മൊത്തം ഉണ്ടായിരുന്നതാണ്. പക്ഷേ 14 ഭേദഗതികളാണ് ആകെ JPC അംഗീകരിച്ചത്. അതെല്ലാം സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഭരണപക്ഷം കൊണ്ടുവന്ന ഭേദഗതികളായിരുന്നു. അപ്പോൾ ആ ഘട്ടം തൊട്ട് കോൺഗ്രസിന് വലിയ എതിർപ്പുണ്ട്. അതിൽ ഒട്ടും മാറ്റമില്ലാത്ത നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസിനുള്ളത്. അപ്പോൾ ആ നിലപാട് തന്നെയാണ് അംഗങ്ങളൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തത്. അപ്പോൾ കേരളത്തിലെ സാഹചര്യം മുനമ്പം അടക്കമുള്ള വിഷയങ്ങൾ കോൺഗ്രസ് പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിലടക്കം ഒരു കൃത്യമായ നിലപാട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നു. അത് ഈ ബില്ല് അംഗീകരിക്കാൻ കഴിയില്ല, അത് ന്യൂനപക്ഷ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അപർണ. ഓക്കെ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.